കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും നിതാന്ത പരിശ്രമത്തിന്റെ ഫലപ്രാപ്തിയാണ് 1969 ജൂലൈ 20 ആ ധന്യരാത്രി. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരെ വിജയക്കൊടി പാറിക്കാൻ ദൈവം അനുവദിച്ച അസുലഭ നിമിഷം. ശാസ്ത്രലോകത്തിന്റെ വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആ നിമിഷം. ആദ്യമായി ചാന്ദ്രപ്രതലത്തിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്കേവർക്കും സുപരിചിതമാണ്. വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെറിയ ചുവടുവയ്പ്, മാനവരാശിക്ക് വൻ കുതിച്ചുചാട്ടം. ഭൂമിയും ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനും മനുഷ്യന് എന്നും കൗതുകവും അത്ഭുതം നിറഞ്ഞതുമായിരുന്നു. ചന്ദ്രനിൽ കാലുറപ്പിക്കാനുള്ള മനുഷ്യന്റെ പരിശ്രമം വളരെ അധികമായിരുന്നു. ചന്ദ്രൻ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം. ഭൂമിയിൽ നിന്ന് 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. ഇത്രയും ദൂരം കടന്നു ചെന്ന് ചന്ദ്രോപരിതലം സ്പർശിക്കാൻ ആദ്യമായി മനുഷ്യനിർമ്മിതമായ ലൂണ 2 മുന്നേറുകയുണ്ടായി. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1959 ലൂണ 2 ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. പിന്നീടുള്ള നീണ്ട പരീക്ഷണത്തിന്റെയും വിവിധ ലൂണ പരമ്പരകളുടെയും ഒടുവിൽ അപ്പോളോ 11 ചന്ദ്രനിൽ ആദ്യമായി നീൽ ആംസ്ട്രോങ് കാലുകുത്തുകയാണ് ഉണ്ടായത്. ചന്ദ്രോപരിതലത്തിലും ചന്ദ്രനിലും കടന്നു ചെല്ലുന്ന മനുഷ്യന്റെ അത്ഭുത സിദ്ധിയെ എത്ര വ്യാഖ്യാനിച്ചാലും വർണ്ണിച്ചാലും മതിയാവുകയില്ല. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഈ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമായ ചന്ദ്രയാൻ 1 ഒക്ടോബർ 22, 2008 വിജയകരമായി വിക്ഷേപിച്ചു. 2019 ഇന്ത്യ വികസിപ്പിച്ച ചന്ദ്രയാൻ 2 ഏറ്റെടുത്ത ദൗത്യത്തെ പൂർത്തിയാക്കാതെ പരാജയപ്പെട്ടു. എങ്കിലും ഇന്ത്യയുടെ ഗവേഷണ പരിവേഷണങ്ങൾ അനന്തമായി തുടരുകയാണ്. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ഓർമ്മിപ്പിക്കാനും വിദ്യാർത്ഥികളിൽ ഇവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുവാനുമാണ് ചാന്ദ്രദിനം നാം ആചരിക്കുന്നത്. അതോടൊപ്പം ക്ഷീണിതരാകാതെ ഉറച്ച മനസ്സോടെ ലക്ഷ്യങ്ങൾ നേടാൻ നാം പരിശീലിക്കേണ്ടതിൻ്റെ പ്രാരംഭ പാഠവും ഇവിടെ ചുരുളഴിയുകയാണ്. വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ധൈര്യവും ശക്തിയും ചോർന്നു പോകാതെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അതിജീവന മാർഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കാനും ഉണർവോടും ഉത്സാഹത്തോടു കൂടി നല്ലൊരു ഭാവിക്കായി ഗവേഷണ നിരീക്ഷണ താല്പര്യങ്ങളിൽ മുഴുകുന്ന മിടുക്കരായ മക്കളായി വളരുവാൻ പ്രചോദിപ്പിക്കുകയുമാണ് ഞാൻ ഈ അവസരത്തിൽ. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ ശാസ്ത്രലോകത്തിൻ്റെ പുത്തൻ അറിവുകൾ തിരിച്ചറിഞ്ഞ് ഈ പുതുയുഗത്തിൻ്റെ വാഗ്ദാനങ്ങളായി മാറാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. A warm day to one and all. National Moon Day on July 20 commemorates the day man first walked on moon. In July 20, 1969, Apollo 11 carried the first man to the moon. After 6 hours of landing, Neil Armstrong stepped into the lunar surface. He spent 2.5 hours outside the spacecraft. Here we are going to discuss some points in this Moon Day. Hi friends, I will let you know some interesting facts about the moon. The moon is the second densest satellite in the solar system. The moon's surface is almost dark. The moon was made when a rock was smashed into the earth. The moon makes the earth to move as well as tides. The moon is the 5th largest natural satellite. Apart from footprints,
There are also some other human belongings too in the moon. The moon is shaped like a lemon. The moon has its own quakes called as moonquakes. We see slightly more than half of the moon from the earth. The moon has its own time zone. There are four kinds of lunar months. Hi friends, did you know who is the first one who steps on the moon or who is the first one who reached the space? Yes, it was Yuri Gagarin. He was a pilot of Soviet Air Force and the first human that reached the space. The first woman who reaches the space was the Valentina Tereshkova of Soviet Union. Kalpana Chawla was an American astronaut, engineer and the first woman of Indian origin that reaches the space. She was also the first Indian origin woman reach the moon. Okay, now let us think about the first human in moon. Apollo 11 was the space flight that first landed with human on moon. Commander Neil Armstrong and the lunar module pilot Buzz Aldrin walked on moon fastly. It was on July 20, 1969, so the day is observed as Moon Day. They all returned to Earth from moon on 24th July 1969. Missions to moon have been conducted by Soviet Union, United States, People's Republic of China, European Space Agency, India, Japan, Luxembourg and Israel. In the darkness of night, moon's light gives us happiness. One day to remember this moon. Yes, that's today, 20th July, National Moon Day. Let me share a few of the things that I know about the history on National Moon Day. A warm welcome. Every once in a while, mankind has achieved something remarkable. And Moon Day celebrates the occasion when we first set foot on our nearest neighbor. This Moon Day will take time to remember the profound and quirky moments on space when the United States became the first nation to plant their flag on the moon. It was indeed a quite proud moment for mankind. When this happened, it became a monumental moment in our history. We celebrate Moon Day on the occasion of the historic landing on moon that took place in 20 July 1969. On 20 July 1969, Apollo 11 carried the first humans to the space. 6 hours after landing on moon, Neil Armstrong became the first man to walk down the surface of the moon. He said these following words: "One small step for a man, one giant leap for mankind." If one has to know about the history of the Moon Day, one has to understand the history of such space expeditions. On 25th May 1969, it was announced by John F. Kennedy, who was president at that time, that the Apollo space programs would start. He also stated that it was his plan to make sure that there was an American on the moon by the end of the decade. When Apollo 11 landed on the moon, the world held its breath as 3 men became the first humans to step on the surface of the moon. NASA called moon landing as one of the single greatest technological achievements of all time. This is not just a celebration for a landmark mission, but also a celebration for future missions. Armstrong's one small step for a man has inspired innovations and imaginations for generations to come. Who is an astronaut? An astronaut or cosmonaut is a person trained by a human spaceflight program to command, pilot or serve as a crew member of the spacecraft. Until 2002, astronauts were sponsored and trained exclusively by government, either by the military or by civilian space agencies. Cosmonaut Yuri Gagarin was the first human to journey into outer space. He was traveled in the spacecraft Vostok 1 in 1961 April 12th. Neil Armstrong and Edwin Buzz Aldrin were the first of 12 humans who walked on the moon. When it comes to India's space achievements, it is impossible not to mention that two brave women, Kalpana Chawla and Sunita Williams. Kalpana Chawla was the first woman of Indian origin to go to space. She was traveled in the American Space Shuttle Columbia in 1997 November. She traveled again to space in 2003 in spacecraft Discovery. But on the return journey, the spacecraft was crashed and she was killed.
Sunita Williams is the one who formerly held the records for the most spacewalks by a woman and the most spacewalk time for a woman, 50 hours and 40 I am minutes. here to speak about Indian achievements in space research. Aryabhatta is the first satellite developed by Indian Space Research Organization in 1975. It is covered with the solar cells which generated electrically in sunlight. The INSAT first helped to spread TV signals all over India. It has become easier to forecast weather using the photos taken by the satellite. India launched the first spacecraft Chandrayaan-1, which orbited around the moon. In 2013, the Moon Impact Probe separated from Chandrayaan and reached the moon. India became the fourth country to put a device on the moon's surface. The other three countries are US, Soviet Russia, and Japan. The data sent from Chandrayaan helped to prove that there were water on the moon. In 2013, India launched the Mars Orbiter mission or Mangalyaan. It is set to enter the Martian orbit in 24 September 2014. In 2019, India launched the spacecraft Chandrayaan-2. Today, I am standing here to say few words about selenography. By the end of 15th century, the serious studies of selenology began. Around AD 1603, William Gilbert made the first lunar drawing based on the naked eye observation. Others soon followed when the telescope was invented. Selenography is the study of surface and physical feature of the moon. The principle of selenography is the mapping and naming of lunar Maria mountain ranges and other features. Today, selenography is considered as the subdiscipline of selenology, which itself most often referred to as simple lunar science. The word selenography is derived from Greek language. Hope you all understood this. Here we heard about selenology, the study of moon, first ones in space, different astronomers, Indian achievements in space research, about moon day, importance of observance of moon day, etc. If you are still interested in learning about moon, you can keep a moon channel of your own and sketch the moon in every night. Keep interest in moon watching. Thank you all. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം മാനത്ത് കാണുക മാത്രം ചെയ്ത ചന്ദ്രനെ മനുഷ്യൻ തൊട്ടിട്ട് അരനൂറ്റാണ്ട് തികയുന്ന ഈ ചാന്ദ്രദിനത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയണ്ടേ? 1969 ജൂലൈ 21 മനുഷ്യന്റെ കാൽപാദങ്ങൾ ചന്ദ്രനിലുമെത്തി. മാനവരാശിയുടെ എന്നത്തെയും സ്വപ്നം എന്നതിനെ വിശേഷിപ്പിക്കപ്പെട്ടു. ആധുനികകാല മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ചന്ദ്രനിൽ കാലുകുത്തുക എന്നത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് പറഞ്ഞതുപോലെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്കോ വലിയ കുതിച്ചുചാട്ടം. അതങ്ങനെ തന്നെയായിരുന്നു. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിനും മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിനും ഊർജം പകർന്ന വാക്കുകൾ. ഇന്നും ശാസ്ത്രജ്ഞന്മാർ ഗവേഷണത്തിലാണ് ചന്ദ്രന്റെ അജ്ഞാത മുഖം തേടി. ജ്യോതിശാസ്ത്ര പഠനം, ചന്ദ്രന്റെ മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം സൃഷ്ടിക്കാനും ഓരോ ചാന്ദ്രദിനവും നാം കൊണ്ടാടുന്നു. കൂടാതെ നിരവധി ബഹിരാകാശ വാഹനങ്ങളും ഭൂമിയിൽ നിന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് നാം അയച്ചു. ചന്ദ്രനെ കീഴടക്കാനുള്ള മഹാദൗത്യമായിരുന്നു അപ്പോളോ 11. ചാന്ദ്രരഹസ്യങ്ങളെ തേടിയുള്ള ലോകത്തിന്റെ അന്വേഷണത്തിനും പ്രയത്നത്തിനും വലിയ സംഭാവന നൽകാൻ ഭാരതത്തിനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രയാൻ പദ്ധതിയൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിന്റെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രവും കൂടുതൽ ശോഭിതമായി. ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്കപ്പുറമുള്ള ഏതൊരു സ്ഥലത്തും മനുഷ്യന്
എത്തിച്ചേരാൻ കഴിയുമെന്ന് ഓരോ ചാന്ദ്രദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസാധ്യമായതിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴാണ് അവ യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള ഒരു കവിതയാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. ചാന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണം ചന്ദ്രയാൻ 1 ഇന്ത്യ തൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചാന്ദ്രദിനം ജൂലൈ 21 ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. Have you ever seen a moon in a clear night sky? The moon is big and round. Sometimes it will be thin-shaped and having dim light. Have you ever wondered why the moon appears like this? Let's understand how the moon always have a spherical shape like a basketball. You will be surprised to know the way we look is not as much about the moon as it is about the sun and the earth. But it doesn't always look like that way to us. We always see exactly the half of the moon. Some of the time that half will look by the sun and we can see it. Other times it will be in front of the sun and we can't see it. Most of the time the part of the moon that we see is partially looked by the sun and partially by the earth. The moon looks different by revolving around the earth through orbit. Moon revolves around the earth once every 29 days. As moon revolves around the earth, we see partially looked by the sun. Mostly, when the moon is in one side of the earth and the sun is in other, we see one round of the moon that is white with sunlight. This is called full moon. Each of the position of the moon in the orbit has a name. Let's look what are they. When the half of the moon is looked by the sun is called crescent. When the more than half of the moon is looked by the sun is called gibbous. Waxing gibbous indicates the part of the moon that is growing, while waning gibbous indicates the part of the moon that is shrinking. Based on what we just learned, let's look at different phases of the moon. There are 8 phases. Lunar cycles begins with new moon phase. In this phase, moon is not visible and it's very dark. Going the waxing crescent phase, we begin to see very small part of the moon looked by the sun. In first quarter phase, only one half of the moon is visible from the earth. In waxing gibbous phase, more than half of the moon is looked by the sun. When we see this moon, we will know that for full moon there is only few days. During the full moon phase, the moon is on one side of the earth and the sun on the other. Thus we can see a full round moon. In waning gibbous phase, the other more than half of the moon is looked by the sun and we see right side of appears dark. In third quarter phase, again the half of the moon appears, while right side of the moon appears dark. In waning crescent phase, the moon looks like a crescent. This is similar as to beginning of the new cycle, means we are gonna see a new moon in few days. Thank you. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നേ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരൻ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്ന ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്ന് ഇറങ്ങി ചന്ദ്രനിൽ നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, എന്നാൽ മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട
ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്ന ഒരു സംഭവമായിരുന്നു. ഭൂമിയുടെ പ്രകൃതിദത്തമായ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ. അതിനാൽ തന്നെ ചന്ദ്രന്റെ നിഗൂഢ രഹസ്യങ്ങൾ തേടിയുള്ള ചന്ദ്രദൗത്യങ്ങളും ധാരാളമാണ്. അതിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ. 1971 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ആണ് ചന്ദ്രദിനമായി ജൂലൈ 21 പ്രഖ്യാപിച്ചത്. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഇന്നേ ദിവസം ചന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ശാസ്ത്ര സംഘടനകളുടെ നേതൃത്വത്തിലും സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലും വിവിധ കർമ്മപരിപാടികൾ ഈ ലക്ഷ്യത്തോടെ നടത്തി വരാറുണ്ട്. ശാസ്ത്രം അനുദിനം വളർന്നു വരികയാണ്. ശാസ്ത്രത്തിന്റെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രദൗത്യത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ആർജിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.